ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ലക്സംബർഗിലെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ്. സമ്പന്ന രാജ്യത്ത് വൺ ഓഫ് ദി റിച്ചസ്റ്റ് കൺട്രിയിൽ ഒരു മാസം തട്ടിമുട്ടി പോകാൻ വരെ നിങ്ങൾക്ക് എത്ര രൂപ ചെലവാകും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ പല സെക്ഷനായിട്ട് ഈ വീഡിയോ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടായിരിക്കും കേട്ടോ വരുന്നുണ്ടാവുക. സോ വിതൗട്ട് മച്ച് ഇൻട്രൊഡക്ഷൻ, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻ ലക്സംബർഗ് വെൻ കമ്പയർഡ് ടു അതർ യൂറോപ്യൻ കൺട്രീസ്. ഇവിടെ ഹൈ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ് ഉള്ളത്. ഇവിടെ നമുക്കൊരു സാലറിന്റെ മെയിൻ ഒരു എക്സ്പെൻസ് പോകുന്നത് റെന്റ്, പിന്നെ വീട് സംബന്ധമായിട്ടുള്ള ബാക്കി വരുന്ന ചാർജസിനൊക്കെയാണ്. ഒരുപാട് കാശ് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഹൗസിംഗ് ചാർജസിനെ പറ്റി സംസാരിക്കുന്നതിന്റെ മുന്നേ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹൗസിംഗ് ഉണ്ട് എന്നുള്ളതും എനിക്ക് ഈ വീഡിയോയിൽ പറയണം തോന്നി. ആദ്യത്തേതെന്ന് പറയുമ്പോൾ ഷെയർഡ് അക്കോമഡേഷൻ ആണ്. നിങ്ങളിപ്പോൾ സിംഗിൾ ആയിട്ടാണ് വരുന്നത്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു റൂം ഷെയറിംഗ് എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കോമൺ, ഇപ്പൊ കിച്ചൺ, ഹാളൊക്കെ കോമൺ ആയിരിക്കും. ബെഡ്റൂം മാത്രം നമുക്ക് സ്വന്തം. സോ അങ്ങനത്തെ ഒരു ഷെയർഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതേപോലെ തന്നെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. പിന്നെ 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ്, 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഹൗസസ്. പിന്നെ ഉള്ളൊരു പരിപാടിയാണ് സബ്ലെറ്റ് ചെയ്യാന്ന് പറയും. ഓൾറെഡി ലക്സംബർഗിൽ റെന്റിന് താമസിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു നാട്ടിലേക്കൊക്കെ ലോങ് ലീവിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ടർ ഡ്യൂറേഷന് വേണ്ടിയിട്ട് ഒരു 3 മാസം 4 മാസം അങ്ങനത്തെ ഡ്യൂറേഷനിലേക്കൊക്കെ അവരുടെ വീട് സബ്ലെറ്റ് ചെയ്യും. ഇപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് അക്കോമഡേഷനും എത്രയായിരിക്കും റെന്റ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ആദ്യം സംസാരിക്കാം. ഞാൻ ഈ പറയുന്ന റെന്റുകളൊക്കെ സ്റ്റാർട്ടിംഗ് റെന്റ് എമൗണ്ട് ആണ്. ഇത് നിങ്ങൾ എടുക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച് വേരി ചെയ്യും. എവിടേക്കാണ് നിങ്ങൾ എടുക്കുന്നത്, സിറ്റി സൈഡിലാണോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വിട്ടിട്ടാണോ, കുറച്ചും കൂടെ ബോർഡർ ഏരിയാസിലാണോ, അതൊക്കെ വെച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ബട്ട് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ നെയ്ബറിംഗ് കൺട്രീസ് ആയ ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്സംബർഗിലെ റെന്റ് എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ ഷെയർഡ് അക്കോമഡേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് ഫ്രോം ഒരു 600 യൂറോസ് ടു 800 യൂറോസ് അതിന്റെ മേലേക്കൊക്കെ ആയിരിക്കും ഒരു എമൗണ്ട് വരിക. ഇതിൽ മിക്കവാറും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റെന്റ് പ്ലസ് ചാർജസ് ആയിരിക്കും. റെന്റിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരു 600 to 800 ഒക്കെ ആയിരിക്കും സ്റ്റാർട്ടിംഗ് റേഞ്ച്. പിന്നെ ഇപ്പോൾ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1100 യൂറോസ് തൊട്ടിട്ട് മേലേക്ക്. ഇനിയിപ്പോൾ 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1200 300 ഒക്കെ ആയിരിക്കും സ്റ്റാർട്ടിംഗ് റേഞ്ച് ഉണ്ടാവുക. 2 ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ 1800 900 ഒക്കെ ആയിരിക്കും സ്റ്റാർട്ടിംഗ് റേഞ്ച്. ഇനിയിപ്പോൾ ഞാൻ സബ്ലെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ പറഞ്ഞില്ലേ. സോ സബ്ലെറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും എങ്ങനെയാണ് അവർ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെന്റ് പ്ലസ് ചാർജസ് ഒരു ഫിക്സഡ് എമൗണ്ട് ആക്കിയിട്ടായിരിക്കും ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുത്തു, ഞാൻ നാട്ടിലേക്ക് ഒരു 4 മാസത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ 4 മാസത്തേക്ക് വേണ്ടി മാത്രമായിരിക്കും ഞാൻ എൻ്റെ ഈ അപ്പാർട്ട്മെന്റ് സബ്ലെറ്റ് ചെയ്യുന്നുണ്ടാവുക വേറൊരാൾക്ക് വേണ്ടിയിട്ട്. ഓണറിന്റെ സമ്മതത്തോടു കൂടി അത് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ മിക്കവാറും ഒരു ഫിക്സ് ചാർജ് ആയിട്ടായിരിക്കും വെക്കുക. അതിൽ എൻ്റെ റെന്റ് ഉണ്ടാവും, എൻ്റെ യൂട്ടിലിറ്റീസിന്റെ ചാർജസ് ഉണ്ടാവും, മാസം ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാൻ കൊടുക്കുക. സോ അതൊരു ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ട് പറയാൻ പറ്റില്ല. ഡിപ്പെൻഡ്സ് ഏത് ടൈപ്പ് ഓഫ് അപ്പാർട്ട്മെന്റ് ആണ്, എത്രയായിരിക്കും യൂട്ടിലിറ്റി ചാർജസ് എന്നുള്ളതൊക്കെ. ഇനിയിപ്പോൾ ഒരു ഹൗസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഇൻഡിപെൻഡന്റ് ഹൗസ് ആണെന്നുണ്ടെങ്കിൽ റെന്റും നമ്മൾ തന്നെ അടയ്ക്കണം. അതേപോലെ തന്നെ യൂട്ടിലിറ്റി ചാർജസും സ്വന്തമായിട്ട് നമ്മൾ മാത്രം റെസ്പോൺസിബിൾ ആയിട്ട് അടയ്ക്കണം. അതിനെ പറ്റിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോന്റെ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിന്റെ അവസാനം സംസാരിക്കാം. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ചാർജസിനെ പറ്റിയിട്ടാണ്. സോ അപ്പാർട്ട്മെന്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെന്റ് ഇത്ര എമൗണ്ട് പ്ലസ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഒരു 180 യൂറോസ് അല്ലെങ്കിൽ 200 യൂറോസ് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും ഓരോ മാസവും നമ്മൾ കൊടുക്കേണ്ടി വരാം. ഇതിൽ ഒരുപാട് ചാർജസ് ഇൻക്ലൂസീവ് ആയിരിക്കും. ഒന്നാമത്തെ കാര്യം അപ്പാർട്ട്മെന്റ് ഹീറ്റിംഗ് ആണ്. രണ്ടാമത്തെ കാര്യം കമ്മ്യൂൺ ചാർജസ് ആണ്. കമ്മ്യൂൺ ചാർജസിൽ വരുന്നത് വേസ്റ്റ്, വാട്ടർ ഒക്കെയാണ്. പിന്നെ അപ്പാർട്ട്മെന്റ് ആവുകൊണ്ട് തന്നെ കോമൺ ഏരിയ ക്ലീനിങ്ങും പിന്നെ കോമൺ ഏരിയ ഇലക്ട്രിസിറ്റി അങ്ങനെയൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എക്സ്ട്രാ ചാർജസിൽ വരുന്ന ഒരു കാര്യമാണ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ ഓരോ മാസവും റെന്റും കൊടുക്കും, അതേപോലെ തന്നെ ചാർജസും കൊടുക്കും. ഒരു കൊല്ലമാകുമ്പോൾ ഒരു ആനുവൽ ഒരു ബില്ലിംഗ് ഉണ്ടാവും. ആനുവലി നമ്മൾ ഫുൾ ഒരു കൊല്ലം എത്ര യൂസേജ് ഉണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും പിന്നെ വരുന്ന എക്സ്ട്രാ ചാർജസ് അടയ്ക്കേണ്ടത്. ഇത് ഫിക്സ്ഡ് ആയിട്ട് ഓരോ മാസവും അപ്പാർട്ട്മെന്റുകാർ കൊടുക്കേണ്ട എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞത്. ഇത് പുറമെ നമ്മളെ യൂസേജിനനുസരിച്ചിട്ട് ചാർജസ് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആണ്. ഇലക്ട്രിസിറ്റി ഒരു മാസം ഏകദേശം ഒരു 45 യൂറോ തൊട്ടിട്ട് 55 യൂറോ ഒക്കെ ആവും. അത് നമുക്ക് രണ്ട് ടൈപ്പിൽ ബില്ല് ചെയ്യാം. 2 മാസം കൂടുമ്പോൾ ബില്ല് വരുന്ന പോലെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട്, അല്ലെങ്കിൽ ഓരോ മാസം യൂസേജിനനുസരിച്ച് ബില്ല് വരുന്ന പോലെ, അങ്ങനെ 2 ടൈപ്പായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 45 to 55 യൂറോസ് ഒരു മാസം വരുന്ന പോലെ. പിന്നെ വരുന്നത് വൈഫൈ ആണ്. സോ ഞങ്ങൾക്ക് ഇവിടെ ആവുന്നത് 49 യൂറോസ് ആണ് ഒരു മാസത്തേക്ക്. പിന്നെ വരുന്നത് ഹൗസ് ഇൻഷുറൻസ് ആണ്. ഹൗസ് ഇൻഷുറൻസ് പറയുന്നത് കമ്പൽസറി ആണ്. ഞങ്ങൾക്ക് ഇവിടെ ആവുന്നത് 29 യൂറോസ് പെർ മന്ത്. ഇനിയിപ്പോ വീടാണെന്നുണ്ടെങ്കിൽ
വീടെടുക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, രണ്ടാമത്തെ കാര്യം കുറച്ച് റെയർ ആയിരിക്കും. കാരണം മോസ്റ്റ്ലി എല്ലാവർക്കും അപ്പാർട്ട്മെന്റ്സ് ആണ് കിട്ടുക. ഇനിയിപ്പോൾ വീടൊക്കെ കിട്ടുന്നവർക്ക് എല്ലാ റെസ്പോൺസിബിലിറ്റീസും നമ്മുടെ തലയിൽ തന്നെയായിരിക്കും. അതായത് വേസ്റ്റ് ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, പിന്നെ എന്താ പറയുക, ഹീറ്റിംഗ് ആയിക്കോട്ടെ. ബാക്കി എല്ലാവർക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിൽ ഇപ്പോൾ 6 ഫാമിലീസ് താമസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹീറ്റിങ്ങിന് മൊത്തത്തിൽ ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ കൂടുമ്പോൾ ബില്ല് വരും. എന്നിട്ട് അത് എല്ലാവർക്കും കൂടെ ഇപ്പോൾ 6 ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 6 ഓരോരുത്തർക്കും എത്ര എമൗണ്ട് വരുന്നു എന്നുള്ള പോലെയാണ് ആ ഒരു കാൽക്കുലേഷൻ നടക്കുക. പക്ഷെ വീടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റിംഗ് എല്ലാം നമ്മൾ തന്നെ നോക്കണം, അതേപോലെ തന്നെ വേസ്റ്റ് വാട്ടർ എല്ലാം നമ്മൾ തന്നെ നോക്കണം. വീടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ചാർജസ് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഹീറ്റിംഗ് ആണ്. ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്യാസ് സിസ്റ്റം വെച്ചിട്ടാണ്. ഇപ്പോൾ പുതിയ അപ്പാർട്ട്മെന്റ്സിലൊക്കെ ഇലക്ട്രിസിറ്റി തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്ലോർ ഹീറ്റിംഗ് ആണ്. സോ അവർക്ക് ബില്ലിംഗ് വേറെ ആയിരിക്കും. ഞങ്ങളൊരു വീട്ടിലാണ് താമസിക്കുന്നത് ആൻഡ് ഈ പാനൽസ് വെച്ചിട്ടുള്ള ഹീറ്റിംഗ് ആണ്. ഹീറ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ കാശ് പോകുന്നത്. 2 മാസം കൂടുമ്പോഴാണ് ബില്ല് വരുന്നത്. ആൻഡ് ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട് ഏകദേശം ഒരു 370 യൂറോസോളം 2 മാസം കൂടുമ്പോൾ വരുന്നുണ്ട്. അതായത് മാസം ഒരു 160-നും 175 ആ ഒരു ലെവലിൽ വരും നമ്മളെ ഒരു ഹീറ്റിങ്ങിനുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കമ്മ്യൂൺ ചാർജസ് ആണ്. കമ്മ്യൂൺ ചാർജസിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ്, വാട്ടർ. വേസ്റ്റ് നമ്മൾക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന 4 ടൈപ്പ് ഓഫ് ബിന്നുകളുണ്ട്. ഞാനത് വേസ്റ്റ് മാനേജ്മെന്റ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ ബിന്നിലും ഇത്ര ലിറ്റർ കപ്പാസിറ്റി ഉണ്ടാവും. സോ അപ്പാർട്ട്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര ബോധർ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ അപ്പാർട്ട്മെന്റിനും കൂടെ ഒരു വലിയ ബിന്നൊക്കെ ആയിരിക്കും അവർ തരുന്നുണ്ടാവുക. ബട്ട് വീട്ടിലെ ആവശ്യം ആയതുകൊണ്ട് തന്നെ ഏറ്റവും സ്മോളസ്റ്റ് ബിന്ന് നമ്മൾ ചൂസ് ചെയ്യുക. അതിൽ ചില ബിന്നുകൾ ഫ്രീ ആണ്, ചില ബിന്നുകൾ നമ്മൾ കാശ് കൊടുക്കണം. സോ വേസ്റ്റിന്റെ ഒരു എമൗണ്ട് വരും. അതേപോലെ തന്നെ വാട്ടർ ചാർജസും. ഈ വാട്ടർ ചാർജസിൽ എത്ര വെള്ളം നമുക്ക് കിട്ടുന്നുണ്ടോ, അതേപോലെ തന്നെ എത്ര വെള്ളം വീട്ടിന്റെ പുറത്തേക്ക് പോകുന്നുണ്ടോ, സോ അതൊക്കെ വെച്ചിട്ടായിരിക്കും വേസ്റ്റ് വാട്ടർ ചാർജസും വരാറ്. അതിന് നമ്മൾ കമ്മ്യൂൺ ചാർജസ് എന്നാണ് ഇൻ ജനറൽ പറയാറ്. അത് ഏകദേശം 290 യൂറോസ് ടു ഒരു 320 യൂറോസോളം വരും. കമ്മ്യൂൺ ചാർജസ് വൺസ് ഇൻ എവറി 3 months ആണ്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90 to 100 യൂറോസ് പെർ മന്ത് അതിന് വരും. സോ ഒരു വീട് എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് വരിക. കാരണം എല്ലാ ചാർജസും നമ്മളെ തലയിൽ തന്നെയാവും. നമ്മളിപ്പോൾ വീടിന്റെ ടൈപ്സിനെ പറ്റി സംസാരിച്ചു, റെന്റിനെ പറ്റി സംസാരിച്ചു, ചാർജസിനെ പറ്റി സംസാരിച്ചു. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ലക്സംബർഗിൽ വീട് കിട്ടുക എന്നുള്ളതും കൂടെ ഞാൻ പറയാം. ഇവിടെ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. സോ അതുവഴിയൊക്കെ നമുക്ക് ഈ ഒരു വീട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. @home.lu, imotop.lu. അതേപോലെ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് ഉണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് പിന്നെയും വിശ്വസിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി താമസിക്കുന്ന ആൾക്കാർ റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ആൾക്കാരെ തിരയുന്നുണ്ടാവുക. സോ അത് കുറച്ചും കൂടെ വിശ്വസനീയമാണ്. ബട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിലൊക്കെ ഒരുപാട് ഫ്രോഡ് നടക്കുന്നുണ്ട്. ഡിസ്ക്ലെയിമർ ആയിട്ട് പറയട്ടെ, അവർ പറയും വീട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 100 യൂറോ തരണം, അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട് 100 യൂറോ തരണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വീട് പോയി കണ്ട് കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന ആ ഒരു മൊമെന്റ് വരെ 1 യൂറോ കൂടെ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. ഈ ഹൗസിംഗിന്റെ പേരിൽ ലക്സംബർഗിൽ ഒരുപാട് ഫ്രോഡ് നടക്കുന്നതാണ്. സോ അത് ചെറിയൊരു ഡിസ്ക്ലെയിമർ പോലെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും അപ്പോൾ ഉള്ള ടെനന്റും പിന്നെ ലാൻഡ് ലോഡും തമ്മിലായിരിക്കും ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരിക. പക്ഷേ നമ്മൾ ഈ ഇമോടോപ്പിലും @home.lu നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജൻസീസ് ഇൻവോൾവ് ആയിരിക്കും. സോ ഏജൻസീസിന് എന്തായാലും ഫീസ് കൊടുക്കേണ്ടി വരും. ഏജൻസി ഫീസ് ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് വ്യത്യാസമാണ്. ഇപ്പോൾ ഒരു പുതിയ റൂള് വന്നിട്ടുണ്ട്. അത് ആക്ച്വലി ഇപ്പോൾ നിലവിൽ വന്നു. അതാണ് എല്ലാവരും ചെയ്യുന്നതും. ഏജൻസി ഫീസ് എന്ന് പറയുന്നത് 1 മാസത്തെ റെന്റ് പ്ലസ് വാറ്റാണ്. സോ ഈ ഒരു എമൗണ്ട് പണ്ട് നമ്മൾ ടെനൻസ് മാത്രമായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ റൂള് പ്രകാരം 50% ഏജൻസി ഫീസ് ലാൻഡ് ലോഡും 50% ഏജൻസി ഫീസ് നമ്മൾ ടെനൻസും വേണം അടയ്ക്കാൻ വേണ്ടിയിട്ട്. സോ 1 month റെന്റ് പ്ലസ് വാറ്റാണ്. അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് ചോദിക്കുന്ന പരിപാടിയും ഉണ്ട്. പണ്ട് അത് 3 മാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 months റെന്റ് ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഏജൻസി വഴി ഒരു അപ്പാർട്ട്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന പോസിബിൾ ചാർജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസി ഫീസ്, ആദ്യത്തെ മാസത്തെ റെന്റ് പ്ലസ് 2 months ഓഫ് റെന്റ് എമൗണ്ട് ആസ് ഡെപ്പോസിറ്റ്, ഇത്രയും കാര്യങ്ങൾ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ വീടെടുക്കുന്നത് ആദ്യം തന്നെ നല്ലൊരു എമൗണ്ട് കയ്യിൽ പോകുന്നതായിരിക്കും. അതിന് കൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വലിയ വലിയ കമ്പനീസിലൊക്കെ ജോലി കിട്ടി വരികയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഏജൻസി ഫീസ് ഒക്കെ കമ്പനി ആയിരിക്കും നമുക്ക് റീഇംബേഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. മേ ബി മുഴുവനായിട്ട് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൂടെ ഒരു ലിമിറ്റ് ഉണ്ടാവും, ഇത്ര എമൗണ്ട് വരെ നിങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും എന്നുള്ളത്. സോ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിരിക്കുന്നത് നന്നായിരിക്കും.